ഹലോ, ഇവിടെ ആരും ഇല്ലേ? ആരുടെ എന്റെ വീടിന് മുന്നിൽ വന്ന് ഫോൺ ചെയ്യണത്? ഫോൺ ചെയ്ത അപ്പുറത്ത് പോയി ഫോൺ ചെയ്തോ? വില്ലേജ് ഓഫീസിൽ നിന്ന് വന്നാണ് ഈ സ്ഥലവും നടക്കാൻ 4 മൂലം നടക്കണം. എന്നാ വായോ. ആ മൂലയിലില്ലേ? ആ മൂലയിൽ കക്കൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളം ഉണ്ട്. ആദ്യം കാര്യം സാധിച്ചിട്ട് വരും. ഞാൻ കക്കൂത്തി പോകാൻ വന്നാലും സ്ഥലം നടക്കാൻ വന്നാണ്. എന്നാ പറയ്. തള്ളക്ക് ചെവിയും കേൾക്കില്ലാവോ? എനിക്കൊക്കെ ചെവി കേൾക്കൂ. നന്നായി കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ആധാരം എടുക്ക്. ആധാരമൊക്കെ എടുത്തിട്ട് വരാം. മകനെ, ആദ്യം ആധാരത്തിന് മുന്നേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ്? ഇതിലില്ലേ, ഇത് പോസ്റ്റ്മാൻ കൊണ്ട് തന്നതാണ്. ഇത് മൊത്തം ഇംഗ്ലീഷ്, എനിക്കൊന്നും വായിച്ചിട്ട് അറിയുന്നില്ല, കണ്ണും പിടിക്കുന്നില്ല, വായിച്ചിട്ട് അറിയുന്നില്ല. ഒന്ന് പറഞ്ഞു തരുമോ? ഈ ആധാരം എടുത്തിട്ട് വരാം. എന്താണ്ട് മകൻ, എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവില്ലേ? അപ്പുറത്തെ ഒരു മെഡിക്കൽ സ്റ്റോറില്ലേ, അവിടെ പോയിട്ട് ആ ചെക്കനോട് ചോദിച്ചാൽ മതി. ഇത് മൊത്തം ഇംഗ്ലീഷാണേ. അറിയില്ല. നീ സ്കൂളിലൊന്നും പോയില്ല അല്ലേ? ഞാൻ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് ഇവിടെ പോയിട്ടില്ല, മലയാളം മീഡിയത്തിൽ പോയത്. അത് പറഞ്ഞാ മതിയല്ലോ. എന്തിനു സർക്കാർ ജോലിയൊക്കെ കിട്ടിയിട്ടിരിക്കണം? അങ്ങോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ അടിയാധാരം എടുക്കുന്നോട്ടെ. മകനെ, ഈ അടിയാധാരം പറഞ്ഞ എന്താണ് മകനെ? ഈ അടിയാധാരം വന്ന അടി കൊടുത്തിട്ട് മേടിക്കുന്നതാണ് അടിയാധാരം. ഇതാണോ അടിയാധാരം? എന്റെ തള്ള എന്നെ തള്ളന്നല്ലേ പറഞ്ഞ തള്ളേ. ഈ തള്ളക്ക് പ്രാന്താണ് തോന്നുന്നല്ലോ. അയ്യോ, മുന്നാധാരം ഉണ്ടാ? മുന്നാധാരം അതിന്റെ അടിയിലിരിക്കുന്നതാണോ മുന്നാധാരം? എന്താ മുന്നാധാരം പറഞ്ഞ എന്താണ്? മുന്നാധാരം പറഞ്ഞ ഇതിന് മുന്നിൽ വെക്കണം. മുന്നാധാരം ഈ അടിയാധാരം അടിയിലും വെക്കണം. എനിക്ക് അറിയണ്ടേ മകനെ? ഈ തള്ളനെ കൊണ്ട് തോറ്റു ഞാൻ. നിങ്ങളുടെ സ്ഥലം വളക്കാൻ വന്നാണ് ഞാന്. മനസ്സിലായില്ലേ? സ്ഥലം വളക്കണ്ടേ? 4 മൂലം കാണിച്ചേരി. അപ്പുറത്തെ മൂലയ്ക്ക് പോയ ശാന്തന്റെ വീടാണ്. ശാന്തന്റെ വീടല്ല, നിങ്ങളുടെ വീടാണ് നടക്കണ്ട്. അതല്ല നല്ല. പിന്നെ ആ ലൈന എവിടേക്കാ പോണത്? ആ മുൻവശത്തൂടെ പോണതാ. ആ മുൻവശത്തൂടെ പോണ ആ ശാന്തന്റെ വീട്ടിലേക്കാണ്. എപ്പോഴും പോവും. ഒരു തമിഴ് കള്ളക്കാമുകനാണ്. എന്ന് രാത്രി വരും. നിങ്ങൾ അവന്റെ വീട്ടിൽ കഥ പറയാൻ നിക്കാണ്. ഈ മുന്നിൽ കൂടെ ലൈന ഞാൻ ചോദിച്ചത്. പോസ്റ്റ് ലൈനാ? അത് അവൾക്ക് വെളിച്ചത്തിന് വേണ്ടിട്ട് എന്റെ അങ്ങേര് കൊടുത്തതാണ് പണ്ട്. എന്തോ ചിത്രം വരയ്ക്കേ? ചിത്രം വരയ്ക്കേണ്ടത് പ്ലാൻ നിങ്ങളുടെ വരയ്ക്കേണ്ട, മൂല വരയ്ക്കേണ്ടത് നിങ്ങക്ക്. നീ ആയടാ. എന്റെ തലക്ക് ചെവിയും കേൾക്കണില്ല ചങ്ങാതി. എന്റെ അമ്മേ, നിങ്ങളുടെ മൂല കേസല്ല ഞാൻ പറയണത്. പറയുന്നത് നിങ്ങളുടെ സ്ഥലത്തിന്റെ മൂല 4 മൂലം തെളിയിക്കണ്ടേ? ശാന്തനോട് പോയി തെളിയിക്കണ? ശാന്തന്റെ അവിടെ പോയി തെളിയിക്കണ്ട. നിങ്ങളുടെ മൂലം നിങ്ങളുടെ അവിടെ തന്നെ തെളിയിക്കാൻ പറ്റും. നിങ്ങളുടെ ഇവിടെ 4 മൂലയും ശരിയായിട്ടുണ്ട്. ഇനി ഇതിന്റെ പേപ്പറിന് ഞാൻ എന്ത് ചെയ്യണം? ഇതിന്റെ പേപ്പറിന് നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് അപേക്ഷിക്കണം. ഞാൻ എവിടെ വേണേലും പോവാ. എങ്ങനെയാ അപേക്ഷിക്കേണ്ടത്? ഇങ്ങനെ അപേക്ഷിക്കണോ, അല്ലെ കിടന്ന് അപേക്ഷിക്കണോ? അങ്ങനെ അപേക്ഷിക്കണോ? എന്റെ തള്ളേ, നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കണത്? കിടന്നിട്ട് ഇരുന്നിട്ടല്ല അപേക്ഷിക്കണത്. ഒരു പേപ്പർ മേടിക്കണം. പേപ്പർ. എത്ര പേപ്പർ മേടിക്കണം? പേപ്പർ മുദ്ര പേപ്പർ കേട്ടിട്ടുണ്ടാ? 100 രൂപന്റെ മുദ്ര പേപ്പർ മേടിച്ചിട്ട് നിങ്ങൾ അതിന് അപേക്ഷിച്ചിട്ട് അവിടെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിന്റെ കൈ കൊണ്ട് കൊടുക്കണം. ഈ മുദ്ര പേപ്പറിൽ എങ്ങനെയാ അപേക്ഷിക്കുന്നത്? ഇങ്ങനെ കിടന്നിട്ടാണോ ഇരുന്നിട്ടാണോ എന്നാ ഞാൻ ചോദിക്കുന്നത്. മുദ്ര പേപ്പർ മനസ്സിലാവില്ല. ചെവിയില്ല. നിനക്കാണ് ചെവിയില്ലാത്തത്. ഈ തള്ളനെ ഞാൻ ഇങ്ങനെ ഒരു ആരെയാണോ ഞാൻ കണി കണ്ടത്? എന്റെ കെട്ടിയോളായിരിക്കും. അതെ, നിങ്ങളെ മുദ്ര പേപ്പർ മേടിച്ച് അവിടെ കമ്പ്യൂട്ടർ സെന്ററിൽ കൊടുത്താൽ മതി. അവര് അതില് അപേക്ഷ കൊടുത്തിട്ട് ആ പേപ്പർ കൊണ്ട് തിരുവനന്തപുരം കൊണ്ട് കൊടുക്കുക. കിട്ടുവോ? അല്ല, അവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പഞ്ചായത്ത് വരും. പഞ്ചായത്ത് മെമ്പർ നിങ്ങളുടെ വീട്ടിൽ കൊടുത്തരും. അതോടെ കഴിഞ്ഞാ മെമ്പർ വന്നിട്ട് എന്ത് പറയും? മെമ്പർ വന്നിട്ട് എന്താ പറയാ? അത് ഇവിടെ നടക്കില്ല എന്ന് പറയും. ഇതിനാണ്ട മകനെ, ഞാൻ തൃശ്ശൂര് അല്ല പോണ്ടത് തിരുവനന്തപുരം വരെ പോണത്. അതൊക്കെ തന്നെ നടക്കുള്ളൂ ഇവിടെ. അയ്യോ, അപ്പൊ നിന്നെ കൊണ്ടൊന്നും നടക്കില്ല. ഈ മൂല തെളിയിക്കൽ മാത്രം എനിക്ക് നടക്കുള്ളൂ. മൂല ഞാൻ 4 മൂലയും തെളിയിച്ചിട്ടുണ്ട്. നീ തെളിയിക്കണ്ടാ, ഞാൻ വഴക്കൂടി ശാന്തനെ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ശാന്തനെക്കൂടി വഴക്കൂടി തരുക, ഞാൻ പോണു വന്നാ മകനെ ഇതൊന്ന് ശരിയാക്കി തന്നെ പോവാ. നിങ്ങൾ തിരുവനന്തപുരം പോയിട്ട് അപേക്ഷിക്കും, എന്നിട്ട് ഞാൻ വരാം. നീ എപ്പോഴാടാ? 1 മാസം കഴിയും, അപ്പോഴെ കിട്ടുള്ളൂ.